നമസ്കാരം. വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ശുദ്ധമായ പാലും പാൽ ഉത്പന്നങ്ങളും നാച്ചുറൽ പ്രൊഡക്റ്റുകളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിൽ അപ്പു ഫാം ഫ്രഷ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. ശുദ്ധമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റു നാച്ചുറൽ പ്രൊഡക്റ്റുകളും പൊതുജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിൽ അപ്പു ഫാം ഫ്രഷ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പു ഫാം ഫ്രഷ് എന്ന പേരിൽ പാലും പാലുൽപ്പന്നങ്ങളും അതേപോലെ തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വനിതാ സംരംഭകയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആദ്യമായിട്ടുള്ള വരുന്ന ഒരുപാട് കാലത്തെ പരിചയസമ്പന്നയായിട്ടുള്ള വനിതയാണ്. അതുകൊണ്ട് തന്നെ ഈ സംരംഭം വളരെ വിജയകരമാവുന്ന കാര്യത്തിൽ തർക്കമല്ല. കലർപ്പില്ലാത്തതും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന കട, അതാണ് ഫാം ഫ്രഷ്, അപ്പു ഫാം ഫ്രഷ്. എല്ലാവിധ ആശംസകളും നേരും. തീർച്ചയായിട്ടും വനിതകൾക്ക് ഏറെ പ്രചോദനമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഒരുപാട് വനിതാ സംരംഭകർ വരുന്നുണ്ട്. അവരൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ കൂടിയാണ് ശൈല. ഏറെ കാലം ഈ രംഗത്ത് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ഇത്തരം വനിതാ സംരംഭകർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ചടങ്ങിൽ ഭിന്നശേഷി സംരംഭകൻ വായിസ് മുഹമ്മദ് മുഖ്യ അതിഥിയായിരുന്നു. പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു ജീവകാരുണ്യ പ്രവർത്തക കൂടിയായ സഹലയുടെ നേതൃത്വത്തിലാണ് അപ്പു ഫാം ഫ്രഷ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന മുഖ്യാതിഥി വായിസ് മുഹമ്മദ് നഗരസഭാ കൗൺസിലർ സെക്കീനക്ക് നൽകി നിർവഹിച്ചു. കാച്ചിയ ശുദ്ധമായ പാൽ, തേങ്ങ ചിരകിയത്, ദോശമാവ്, വെജിറ്റബിൾ കട്ടിംഗ്, തിന, മണിച്ചോളം, കമ്പ്, ചാമ, കവടപ്പുല്ല്, പുട്ടുപൊടി, വെന്ത വെളിച്ചെണ്ണ, പനംപൊടി, കൂവപ്പൊടി, തേൻനെല്ലിക്ക, നെല്ലിക്ക കൊണ്ടാട്ടം, കാന്താരി ഉപ്പിലിട്ടത് എന്നിവ അടക്കം നിരവധി പ്രൊഡക്റ്റുകൾ അപ്പു ഫാം ഫ്രഷ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പാലുൽപ്പന്നങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഫാമുണ്ട്. ഫാമിൽ നിന്നുള്ള പാലെടുത്തിട്ട് ഇവിടെ തന്നെ ഇനി കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണും ചെയ്യാം. നെയ്യും തൈരും മോരും ഒക്കെ ചെയ്യണത് ഇവിടെ നേരിട്ട് ഇവിടുന്ന് വന്ന് കണ്ട് വാങ്ങിച്ചും ചെയ്യാം. ഇവിടെ പാലുകൊണ്ട്, ആ നാടൻ പാലുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ചെയ്യണതും. കൃഷിയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. നമ്മളിവിടെ ഉള്ള ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ തന്നെ ചെയ്യണതാണ്. അതില് കുറച്ചുള്ളൂ തേനൊക്കെ ഉള്ളൂ മലന്തേൻ എടുക്കുന്നത്. അല്ലാത്തൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. കൃഷി ചെയ്യുന്നുണ്ട്, അതിനെടുക്കും. നമ്മള് കുട്ടികൾക്ക് കൊടുക്കണ കുന്നങ്കായ അത് നമ്മള് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ ചീനാപറങ്കി കൊണ്ടാട്ടം, പാവക്ക കൊണ്ടാട്ടം, നെയ്യ്, പാല്, തൈര്, മോര്, യോഗേട്ട്, പിന്നെ തെന,
അതേപോലെ ന്യൂട്രീഷൻ്റെ ഇപ്പോൾ കടല, അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ ഇട്ടിട്ടൊരു പൊടി ചെയ്യുന്നുണ്ട്. അതന്നെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ പൊടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നേരിട്ട് കണ്ടിട്ട് എന്തൊക്കെയായാലും ആഡ് ചെയ്യണമെന്ന് കണ്ടിട്ട് നേരിട്ട് പൊടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടുന്ന്. അതെല്ലാതും കണ്ട് നോക്കിയിട്ട് ഒരു ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചാൽ മതി. ന്യൂട്രീഷൻ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പു ഫ്രഷ് ഫാം ഉടമ ഷഹലയുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. 10ഓളം പശുക്കൾ ഷഹലക്ക് സ്വന്തമായുണ്ട്. ഈ പാൽ കൊണ്ടാണ് പാലുൽപ്പന്നങ്ങളും മറ്റും ഷഹല തയ്യാറാക്കുന്നത്. നേരത്തെ ഓൺലൈൻ വിപണന രംഗത്തുള്ള ഷഹല സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത് ഇത് ആദ്യമായാണ്. മറ്റു വനിതകൾക്കും ഷഹലയെ പിന്തുടരാവുന്നതും ഇതുപോലുള്ള സംരംഭങ്ങളുമായി സ്ത്രീകൾ മുന്നോട്ടു വരണമെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. നമ്മൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇവര് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഇത് മറ്റുള്ള സ്ത്രീകൾക്കൊരു മാതൃകയാണ്. അതായത് വീടിനകത്തിരുന്ന് സമയം കളയാതെ ഇവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ട് ഇവർ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഇവര് മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ ഇവര് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റാന്ന് പറഞ്ഞത്. പാവക്ക കൊണ്ടാട്ടം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പാലുൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത്. മോര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാണുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള സ്ത്രീകളെ ശരിക്ക് ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഇവരെ കണ്ടെത്തിങ്ങാണ്ട് ഇവർക്ക് ശരിക്ക് എയ്ഡൻസ് കൊടുത്തുങ്ങാണ്ട് ഇവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് പിന്നോക്കത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. പെരിന്തൽമണ്ണ നഗരസഭ ഓഫീസിനു താഴെയാണ് അപ്പു ഫ്രഷ് ഫാം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും മുന്നോട്ടു വരുന്ന സ്ത്രീകൾക്ക് ഷഹലയുടെ നേതൃത്വത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും ആവശ്യമായ ഉപഭോക്താക്കൾക്ക് ഹോം ഡെലിവറിയും അപ്പു ഫാം ഫ്രഷിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6292988761 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.